നമസ്കാരം ട്രേഡേഴ്സ്, ദിസ് ഇസ് സിയത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം തന്നെ നിഫ്റ്റി വളരെ വലിയ തോതിൽ വോളറ്റൈലായിരുന്നു. ആദ്യ സമയത്ത് തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നിഫ്റ്റി ഏകദേശം ഒരു 170 പോയിന്റിൻ്റെ ഒരു ഫോള് കണ്ടു. ഇൻഡെക്സ് ഹെവി വെയിറ്റ് IT സ്റ്റോക്ക് ആയിട്ടുള്ള TCSഉം അദാനി സ്റ്റോക്കുകളിലും ഉണ്ടായ ഒരു സെൽ ഓഫാണ് ഇന്ന് മാർക്കറ്റ് വലിയ രീതിയിൽ ഉയരുകയും കൂടാതെ തന്നെ ഇന്ത്യ വിക്സ് 9% സ്പൈക്ക് രേഖപ്പെടുത്തി ഓപ്ഷൻ റൈറ്റേഴ്സിനെയും കുറച്ച് പൊല്ലാപ്പിലാക്കിയ ഒരു ദിവസമാണ് ഉള്ളത്. എങ്കിലും മാർക്കറ്റ് ക്ലോസിംഗ് സമയത്ത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 1.74 എന്ന ഒരു ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരികയും അത് ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിൽ ഉണ്ടാക്കിയ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാരണം മാർക്കറ്റ് സ്ലൈറ്റ്ലി റിക്കവറി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അടുത്ത മാസം 26-ാം തീയതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനീസിലൊന്നായിട്ടുള്ള HDFC ബാങ്കിൻ്റെ റിസൾട്ടും 16-ാം തീയതി ഇൻഫോസിസിൻ്റെ റിസൾട്ടും വരാനിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ളൊരു വോളറ്റിലിറ്റി ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് FIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ ബൈയിങ് മോഡിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാം. ബുധനാഴ്ച ദിവസമാണ് US നിന്ന് ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ തീരുമാനങ്ങൾ വരുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം UK ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എല്ലാം തന്നെ വരുന്നുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ അത്ര കണ്ട് ബാധിക്കുന്ന ഒരു വലിയൊരു ഈവൻ്റ് അല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല ഏത് ഈവൻ്റാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അതും ഒരു വലിയൊരു ഈവൻ്റായിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ പ്രധാനമായിട്ടും ഡിക്സൺ ടെക് സ്റ്റോക്ക് നിന്ന് റാലി രേഖപ്പെടുത്തി. വിവോ ആയിട്ടുള്ളൊരു ബിസിനസ് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. റൈറ്റ്സ് റാലി രേഖപ്പെടുത്തി. അവർക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യം ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് നല്ലൊരു സെൽ ഓഫ് റിക്കവറിക്ക് വേണ്ടി ശ്രമിച്ചു, നടന്നില്ല, വീണ്ടും സെൽ ഓഫ്. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 177 പോയിന്റിൻ്റെ ഒരു ഫോള്. പിന്നീട് മാർക്കറ്റ് സ്ലൈറ്റ്ലി റിക്കവറി രേഖപ്പെടുത്തി ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ പോയി 24,650 പരിസരത്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഡോക്ടർ റെഡ്ഡി, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ലൈഫ്, ബജാജ് ഫിനാൻസ്, പവർ ഗ്രിഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടൈറ്റാനിലും അദാനി പോർട്ടിലും TCSലും ഹിൻഡൽകോയിലും PPCയിലും 1.5 മുതൽ 2% വരെയുള്ള ഇടിവ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനിൽ അതിശക്തമായൊരു റാലി രേഖപ്പെടുത്തി. $2,328 ബിറ്റ്കോയിൻ സ്പൈക്ക് ചെയ്ത് ബിറ്റ്കോയിൻ നിക്ഷേപകരെല്ലാം തന്നെ വലിയ തോതിൽ റിട്ടേൺ കൈവരിച്ചു. ബിറ്റ്കോയിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ജാനുവരി എൻഡ് വലിയ തോതിൽ ഞാൻ പേഴ്സണലി ബിസിയാണ്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ വീഡിയോ പ്രത്യേകമായിട്ട് തയ്യാറാക്കുക ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ബുദ്ധിമുട്ടാണ്. ജാനുവരി ഫസ്റ്റ് വീക്കിൽ കട്ടായം ഉണ്ടാവും. ബ്രന്റ് ഓയിൽ തൊട്ട് താഴെ $73, തൊട്ട് താഴെ ഗോൾഡ് $13 ഉയർന്ന് $2,661 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് കാണാം 9% സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് 7.5% ആണ് സ്പൈക്ക്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റായിട്ടുള്ള ജപ്പാൻ നിക്കി 27%, ഓസ്ട്രേലിയ 46%, കോസ്പി കൊറിയ ഏകദേശം ഒരു 0.22%, ചൈന 0.12%, 16% ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK, CAC 40 ഫ്രാൻസ്, ഡാക്സ് ജർമ്മൻ എല്ലാം തന്നെ നെഗറ്റീവാണുള്ളത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റിഫയബിൾ ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇടിവ് എങ്കിൽ കൂടിയും ജസ്റ്റിഫയബിൾ അല്ല ഒപ്പമുള്ളൊരു വോൾട്ടിലിറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി അതിൻ്റെ ഡേ ലോയിൽ നിന്ന് 600 പോയിൻ്റാണ് സ്പൈക്ക് രേഖപ്പെടുത്തിയത്. സെൻസെക്സിലെല്ലാം തന്നെ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എൻറ്റിയർ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകത്തക്ക രീതിയിലാണ് മാർക്കറ്റ് തിരികെ കയറിയിട്ടുള്ളത്. സെൻസെക്സ് ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻറ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ സെൻസെക്സ് വളരെയധികം ഭീകരനാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം സെൻസെക്സിൻ്റെ സ്പോട്ട് നിഫ്റ്റിയുടെ സ്പോട്ട് വലിയ തോതിൽ വ്യത്യാസമുണ്ട്. നിഫ്റ്റി മൂവ് ചെയ്യുന്നതും സെൻസെക്സ് മൂവ് ചെയ്യുന്നതും 3.3 ടൈംസ് മുകളിലാണ്. അതിൻ്റെ പ്രീമിയംസും സ്പൈക്ക് ചെയ്യുന്നത് വളരെ വലിയ തോതിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഭീകരമായ രീതിയിൽ സെൻസെക്സ് ട്രേഡ് ചെയ്ത് നഷ്ടം വരുത്തിയ ആളുകളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് എക്സ്പയറി ആകുമെന്നുള്ള രീതിയിൽ ഒരു 3 മണിക്ക് ഒന്ന് ചില്ല് ചെയ്ത് അധികം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ 3 മണിക്ക് ശേഷമായിരിക്കും സ്പൈക്ക് രേഖപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3:30 വരെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണ്ണെടുക്കരുത്. അത്തരത്തിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. അപ്പോൾ ഇത് ഹൈലി പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ സമീപിക്കുക. ട്രേഡ് എടുത്ത് ചില ആളുകളൊക്കെ ഓപ്പൺ ട്രേഡ് എടുത്ത് ചില ആളുകളൊക്കെ
മറ്റുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാറുണ്ട്. അത് അതിന് തക്ക ഉള്ള മാർക്കറ്റ് ആയിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അവിടെ ആദ്യം കാണുന്നത് ബജാജ് ഓട്ടോയാണ്. ബജാജ് ഓട്ടോ 5 പുതിയ ഇലക്ട്രിക്കൽ ബൈക്കുകൾ അവരുടെ ചേതക്ക് സെക്ടറിലേക്ക് കമ്പനി ആഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ്. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി സ്റ്റോക്ക് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു. 2:1 ആണ്. അതായത് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 2 സ്റ്റോക്ക് എക്സ്ട്രാ കിട്ടും. അദാനി ഗ്രീൻ എനർജി കമ്പനി യു.എസിൽ ഇവരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ ഒരു കേസിനെ സപ്പോർട്ട് ചെയ്യത്തക്ക വണ്ണം ഒരുപാട് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ കിട്ടി എന്നുള്ളതാണ് യു.എസ് പറയുന്നത്. അത് കാരണമാണ് ഇന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെല്ലാം തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. TCS ഇടിഞ്ഞതിൻ്റെ പ്രധാന കാരണം TCSൻ്റെ സിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഡൗൺഗ്രേഡ് ചെയ്തു. സിറ്റീസ് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി മാനേജ്മെൻറ്റ് സൊല്യൂഷൻ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസും ഉണ്ട്. ഓട്ടോ സെക്ടറിൽ ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ഈ യൂസ്ഡ് കാറിൻ്റെ എല്ലാം തന്നെ GST എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത് പുതിയ കാറുകളുടെ എല്ലാം തന്നെ വില സെയിൽസ് കൂട്ടും. ഓൾറെഡി തന്നെ കാറുകളുടെ എല്ലാം തന്നെ വില വർദ്ധിപ്പിച്ച ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. സ്വിഗ്ഗിയുടെ ന്യൂസ് ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ മിസ്സായി പോയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം കണ്ടു. സ്വിഗ്ഗി ഇന്ന് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. സീൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയ ഈവൻറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഇവരുടെ നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ പുതിയൊരു പേജ് ഇവർ ലോഞ്ച് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. ഒബ്രോ റിയാലിറ്റി കമ്പനി റിയാലിറ്റി സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനിയാണ്. ആക്സിസ് സെക്യൂരിറ്റീസ് ഒബ്രോ റിയാലിറ്റീസിനെ അപ്ഗ്രേഡ് ചെയ്തു. കൂടാതെ തന്നെ അടുത്ത വർഷത്തോട് കൂടിയിട്ട് എസ്പെഷ്യലി മുംബൈയുടെ എല്ലാം തന്നെ ഈ ഒരു ഫ്ലാറ്റ് രജിസ്ട്രേഷനിലെല്ലാം തന്നെ സ്പൈക്ക് രേഖപ്പെടുത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഗോദാവരി ബയോ ഫിനൈൽസ് കമ്പനി 130 കോടി രൂപയാണ് കോൺ ബേസ്ഡ് ആയിട്ടുള്ള എത്തനോൾ ഡിസ്റ്റിലറി സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ. HPCL കമ്പനി ഇവർ മുംബൈയിൽ റെഫിനറി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് 4,679 കോടി രൂപ മുടക്കുന്നുണ്ട്. മൈൻഡ് സ്പേസ് കമ്പനി ഒരു RIT കമ്പനിയാണ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനിയാണ്. അപ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈ ഒരു മൈൻഡ് സ്പേസിലെ 9.2% സ്റ്റേക്ക് അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. IPOയിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ബാക്ക്ഡ് ആയിട്ടുള്ള ഡയമണ്ട് ഗ്രൈൻഡിങ് ഫെയിമിൻ്റെ IPO 36% സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. വേദാന്ത കമ്പനി അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേദാന്ത ഡിവിഡൻഡ് പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. നമുക്ക് എപ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യ പെസ്റ്റിസൈഡ് കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇവരുടെ കമ്പനിയുടെ പ്രിമിസസിൽ സെർച്ച് നടത്തി. ഷ്രിംപ് ഫാമിംഗ് കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് നമുക്ക് അവാന്തി ഫീഡ്സ് ഷ്രിംപ് ഫാമിംഗ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഷ്രിംപ് ഫാമിംഗ് കമ്പനീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ള കിങ് ഇൻഫ്ര വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഷ്രിംപ് ഫാമിംഗ് കമ്പനീസ് ഉണ്ട്. ഷ്രിംപ് ഫാമിംഗ് ചെമ്മീൻ ബിസിനസ് ആക്കുന്ന കമ്പനീസ്. അപ്പോൾ അവർ ഈ ഒരു ബിസിനസ് എക്സ്പോർട്ട് ഇനി നല്ല രീതിയിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് ഈ ഒരു കമ്പനി വക്താക്കൾ പറയുന്നത്. കൂടാതെ തന്നെ ക്രിസ്മസ് ആണ്, ട്രാവൽ കൂടും, ട്രാവൽ ഇൻഷുറൻസ് കൂടും. ഓൾറെഡി തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു ട്രാവൽ ഇൻഷുറൻസ് ഇപ്പോൾ എല്ലാം തന്നെ സ്പൈക്ക് ആകുന്നുണ്ട്. ബുക്കിംഗ്, ഹോട്ടൽ, അതല്ലെങ്കിൽ ഈ ഹോട്ടൽ മാത്രമല്ല എയർവേസ് ബുക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ട്രാവലിന് വേണ്ടിയിട്ടുള്ള ഈവൻ VIP ഇൻഡസ്ട്രീസ്, സഫാരി ഇൻഡസ്ട്രീസ്, ലഗേജ് ബാഗുകൾ എല്ലാം തന്നെ ലൈം ലൈറ്റിലേക്ക് വരാൻ സാധ്യതകൾ ഏറെയാണ്. PAP ഓട്ടോമോട്ടീവ് കമ്പനി ഇവർ ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു, ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഒരു ഓർഡർ. GE പവർ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 18 കോടി രൂപയുടെ ഒരു പർച്ചേസ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഗ്ലോബൽ സ്നാക്സ് കമ്പനി ഒരു ഫയർ ആക്സിഡൻറ്റിന് ഉണ്ടായ ഒരു ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാരണം ഇവരുടെ പ്ലാന്റിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഭാഗികമായിട്ട് തടസ്സപ്പെട്ടു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇന്ന് സ്ലൈറ്റ്ലി ഫോളായി. റൈമണ്ട് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് ടെക്സ്റ്റൈൽസാണ്. റൈമണ്ടിന് റിയൽ എസ്റ്റേറ്റും ഉണ്ട്. ഇവരുടെ ലൈഫ് സ്റ്റൈൽ അതായത് ടെക്സ്റ്റൈൽസ് 12% ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ്. കാരണം ഇന്ത്യയിലെ വെഡ്ഡിങ് ബിസിനസ് ഭീകരമായിട്ടുള്ളൊരു സംഖ്യയാണ് ഇന്ത്യയുടെ വെഡ്ഡിങ് ബിസിനസ്. അപ്പോൾ അതും ഈ ഒരു റൈമണ്ട് പോലുള്ള കമ്പനീസിന് ഗുണം ചെയ്യും. മാന്യവാർ അതും ശ്രദ്ധിക്കുക. NBCC കമ്പനി 489 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. നമ്മളൊരു സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ്. പരമാവധി ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്യുക, നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ഇതൊരു ബൈയിങ്ങോ സെല്ലിങ്ങോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. അപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങാമോ വിൽക്കാമോ എന്നുള്ള മെസ്സേജുകളെല്ലാം തന്നെ
ദയവേത് ഒഴിവാക്കുക. കാരണം ഇത് കാണുന്ന പുതിയ ആളുകൾ വിചാരിക്കും ഈ ചാനൽ ബൈ സെല്ല് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ചാനലാണെന്ന് ഉള്ള രീതിയിൽ പുതിയ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പോൾ നിലവിൽ കാണുന്ന ആളുകൾക്ക് ഈ ഒരു ചാനലിൻ്റെ സ്വഭാവം അറിയാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? നമ്മൾ ശ്രമിക്കുന്നത് ഒരാൾ ഒരു ന്യൂസ് ഒരുപാട് വെബ്സൈറ്റും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പല പല യൂട്യൂബ് ചാനൽ കണ്ട് പല സോഴ്സിലൂടെ കുറച്ച് ന്യൂസുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ വ്യക്തി തന്നെ ഒരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ അന്നുണ്ടായ ന്യൂസുകളും എല്ലാം തന്നെ ഒരു ചെറിയൊരു ടൈമിനുള്ളിൽ നമ്മൾ കളക്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് തുടങ്ങിയത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പരിപാടി ഞാൻ തുടങ്ങിയത് ഇനീഷ്യലി. പിന്നീടാണ് അതൊരു ചാനലിലേക്ക് ആയി മാറിയത്. അതായത് ഞാൻ ന്യൂസുകളിലൊക്കെ കളക്ട് ചെയ്ത് വെക്കും എനിക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട്. പിന്നീടാണ് അത് ചാനലായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ചാനലിൻ്റെ സ്വഭാവം ഇപ്പോഴും ഇത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.